പശ്ചിമേഷ്യൻ സംഘർഷം മൂലം LPG ക്ഷാമം നേരിടുന്ന രാജ്യത്തിന് വലിയ ആശ്വാസമായ ഹോർമുസ് കടലിടുക്ക് കടന്നെത്തിയ ഇന്ത്യൻ LPG ടാങ്കർ കപ്പൽ നന്ദാദേവി ഇന്ത്യൻ തീരത്തെത്തി. ഗുജറാത്തിലെ വാദിനാർ തുറമുഖത്താണ് നന്ദാദേവി സുരക്ഷിതമായി എത്തിച്ചേർന്നത്. 47,000 മെട്രിക് ടൺ LPG ആണ് കപ്പലിലുള്ളത്. ഇന്ത്യൻ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ മുൻകൈയെടുത്തു നടത്തിയ ചർച്ചകളിലൂടെ ഇന്ത്യൻ ഇറാനിയൻ നാവികസേനകൾ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ആവശ്യമായ സഹായം നൽകിയതായി നന്ദാദേവി കപ്പലിന്റെ ചീഫ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ സംഘർഷബാധിതമായ ഹോർമുസ് കടലിടുക്ക് കടന്ന ആദ്യത്തെ LPG ടാങ്കറായ ശിവാലിക് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് എത്തിച്ചേർന്നിരുന്നു. ദ്രവീകൃത പെട്രോളിയം വാതകം വഹിക്കുന്ന 2 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്കാണ് ഇറാനിയൻ അധികൃതർ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ അനുമതി നൽകിയിരുന്നത്. 40,000 മെട്രിക് ടൺ LPG ആയിരുന്നു ആദ്യം എത്തിച്ചേർന്ന ശിവാലിക്കിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 20,000 മെട്രിക് ടൺ മുന്ദ്രയിൽ ഇറക്കും. ബാക്കി 26,000 മെട്രിക് ടൺ മംഗലാപുരത്തേക്ക് മാറ്റുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. UAE-യിൽ നിന്നും ഏകദേശം 81,000 ടൺ മുർബൻ അസംസ്കൃത എണ്ണയുമായി പുറപ്പെട്ട ഇന്ത്യൻ പതാകയുള്ള ജാക്ക് ലാഡ്കി എന്ന കപ്പലും സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്ക് കടന്നു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പേർഷ്യൻ ഗൾഫിൽ 22 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ആകെ 611 നാവികരുമാണ് ഉള്ളത്. അതേസമയം ദീൻ ദയാൽ തുറമുഖ അതോറിറ്റി ചെയർമാൻ സുശീൽ കുമാർ സിംഗ് കപ്പലെത്തിയ ഉടനെ സന്ദർശിക്കുകയും ചരക്ക് പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനിടെ ക്യാപ്റ്റനുമായും ജീവനക്കാരുമായും ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ ആഗോള LPG പ്രതിസന്ധിക്കിടയിൽ വിതരണ സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ ഇന്ത്യയെ കാർഗോ സഹായിക്കുമെന്ന് കപ്പലിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പ്രസ്താവിച്ചു. തിങ്കളാഴ്ച 40,000 മെട്രിക് ടൺ LPG കടത്തിക്കൊണ്ടുപോയ LPG കാരിയർ ശിവാലിക് മുന്ദ്ര തുറമുഖത്ത് എത്തിയതിനെ തുടർന്നാണ് ഈ വികസനം. ഇതിൽ 20,000 മെട്രിക് ടൺ മുന്ദ്രയിൽ ഇറക്കുന്നു. ബാക്കിയുള്ളത് മംഗലാപുരത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതേസമയം UAE-യിൽ നിന്നും ഏകദേശം 81,000 ടൺ മർബൺ അസംസ്കൃത എണ്ണയുമായി മറ്റൊരു ടാങ്കർ ജാക്ക് ലാഡ്കി ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഒരു അനിഷ്ട സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ 600-ലധികം നാവികരുള്ള 22 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അധികാരികൾ സമുദ്ര ഗതാഗതം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ചരക്ക് നീക്കം സുഗമമാക്കുകയും ചെയ്യുന്നു. നന്ദാദേവിയിൽ നിന്നുള്ള LPG ചരക്ക് ചെറിയ കപ്പലുകൾ വഴി പുനർവിതരണം ചെയ്യുകയും രാജ്യത്തുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇന്ത്യ തങ്ങളുടെ അസംസ്കൃത എണ്ണയുടെ 88%, പ്രകൃതിവാതകത്തിന്റെ 50%, LPG ആവശ്യത്തിന്റെ 60% എന്നിവ ഇറക്കുമതി ചെയ്യുന്നു. ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിനും ടെഹ്റാന്റെ പ്രതികാര നടപടിക്കും മുൻപ് ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ പകുതിയിലധികവും ഗ്യാസിന്റെ ഏകദേശം 30%, LPG ഇറക്കുമതിയുടെ 85 മുതൽ 90% എന്നിവയും സൗദി അറേബ്യ, UAE തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. സംഘർഷം ഗൾഫ് ഊർജ്ജ വിതരണത്തിനുള്ള പ്രധാന ഗതാഗത മാർഗമായ ഹോർമുസ് കടലിടുക്കിന്റെ ഉപരോധത്തിലേക്ക് നയിച്ചു. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും എണ്ണ ശേഖരിച്ചുകൊണ്ട് ഇന്ത്യ ക്രൂഡ് ഓയിൽ വിതരണ തടസ്സങ്ങൾ ഭാഗികമായി നികത്തിയെങ്കിലും വ്യാവസായിക ഉപയോക്താക്കൾക്കുള്ള ഗ്യാസ് വിതരണം വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ വാണിജ്യ സ്ഥാപനങ്ങളിലേക്കുള്ള LPG ലഭ്യത കുറച്ചിട്ടുണ്ട്. നിലവിൽ 611 നാവികരുള്ള 22 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ പടിഞ്ഞാറൻ പേർഷ്യൻ ഗൾഫിൽ തുടരുന്നു. അവർക്ക് സുരക്ഷിതമായ വഴി ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.